ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്കൊന്ന് വായിച്ചു നോക്കാമേ. കറുത്ത പൊന്നിനുമുണ്ടൊരു കഥ പറയാൻ. എന്താ പറയുന്നേ? ആരെക്കുറിച്ചാണ്? അല്ലെങ്കിൽ ആരായി കഥ പറയുന്നത്? കുരുമുളകാണ് ഈ കഥ പറയുന്നത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. കൂട്ടുകാരെ, ഞാൻ കുരുമുളക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു. ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളർത്തിരുന്നില്ല. ഇത് തീറ്റക്കമ്മിക്കിടയാക്കി. മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്നോർക്കുക. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യ ഘടകമായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളെ തേടി പണ്ടു മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നു. അപ്പോൾ കുരുമുളകിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് കുരുമുളകിന് ഭയങ്കര ആവശ്യകതയായിരുന്നു അല്ലേ? നമുക്ക് അതിനെക്കുറിച്ച് നോക്കാമേ. നമ്മൾ കുരുമുളക് പറഞ്ഞ കഥ കേട്ടു. എന്താ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? ശൈത്യകാലത്ത് യൂറോപ്പിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. ശൈത്യകാലത്ത് യൂറോപ്പിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. അതിന് പരിഹാരം കാണാൻ അവരെന്താ ചെയ്തത്? ശൈത്യകാലം തുടങ്ങുമ്പോഴേക്കും അവർ കാലികളെ കൊന്ന് എന്ത് ചെയ്യുമായിരുന്നു? ഇറച്ചിയെടുത്ത് സൂക്ഷിക്കുമായിരുന്നു. ഇറച്ചി കേടുകൂടാതിരിക്കാൻ വേണ്ടി അവരെന്താ ഉപയോഗിച്ചിരുന്നത്? കുരുമുളക് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കുരുമുളക് മാത്രമല്ല, മറ്റുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു അല്ലേ? അപ്പം നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. പിന്നെന്താ പറയുന്നത്? കുരുമുളക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവർ പുരാതന കാലം മുതലേ നമ്മുടെ ഇന്ത്യയിലേക്ക് കച്ചവടക്കാരെത്തുമായിരുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽമാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. നമ്മൾ അതിനെക്കുറിച്ച് ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചില്ലായിരുന്നോ? പിന്നെന്താ പറയുന്നത്? സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തി. ഓക്കെ, നോക്കിക്കേ, പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോർച്ചുഗീസുകാർ കോഴിക്കോട്ടെത്തിയതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വായിച്ചു നോക്കാമേ. 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിൽ. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി എത്തിയ വാസ്കോഡഗാമയും സംഘവുമായിരുന്നു അത്. അപ്പോൾ 1498 പോർച്ചുഗീസുകാര് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എത്തിയത്. എത്ര കപ്പലുണ്ടായിരുന്നു? 3 കപ്പല് ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുന്നത്? അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി രാജാവായിരുന്നു. വാസ്കോഡഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ അദ്ദേഹം നൽകിയിരുന്നില്ല. അതിനാൽ അവരെവിടെ പോയി? കണ്ണൂര് എത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ എത്ര ഇരട്ടി ലാഭം അയാൾക്ക് കിട്ടിയത്? 60 ഇരട്ടിയോളം ലാഭമാണ് അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. വാസ്കോഡഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. ഗോവ, ദാമൻ ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും ആരുടെ നിർമ്മിതിയാണ്? പോർച്ചുഗീസുകാരുടെ നിർമ്മാണമാണ്. പറങ്കികളെന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. പറങ്കികളെന്നാണ് പോർച്ചുഗീസുകാരെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവ ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാർ നമുക്ക് ഇവിടെ കൊണ്ട് തന്നതാണ്. ഓക്കെ, അച്ചടിയന്ത്രം പ്രചരിച്ചതും
ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമാണ്. ഇവിടെ നോക്കിക്കേ, ചവിട്ടുനാടകത്തിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിള്, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില ഇതൊക്കെ ആര് കൊണ്ടുവന്നതാ? നമുക്ക് പോർച്ചുഗീസുകാരാണ് ഇവിടെ കൊണ്ടുതന്നത്. അതുപോലെ തന്നെ അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകമൊക്കെ ആരുടെയാണ്? ചവിട്ടുനാടകം പോർച്ചുഗീസുകാരുടെയാണ്. ഓക്കെ, നോക്കിക്കേ, പോർച്ചുഗീസ് സ്വാധീനം. പോർച്ചുഗീസുകാർ നമ്മളെ എത്രത്തോളം സ്വാധീനിച്ചതാണ് നോക്കുന്നത്. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് കേരളവുമായുള്ള വാണിജ്യ ബന്ധങ്ങളുടെ കുത്തക ആർക്കായിരുന്നു? അറബികൾക്കായിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവോടെ അറബികളുടെ വാണിജ്യ മേധാവിത്വം നഷ്ടമാവുകയും യൂറോപ്യൻ രാജ്യങ്ങൾ കച്ചവട കുത്തക കൈയടക്കുകയും ചെയ്തു. മേശ, കസേര, വരാന്ത, കുശിനി തുടങ്ങിയ മലയാളം വാക്കുകൾ രൂപപ്പെട്ടത് പോർച്ചുഗീസ് ബന്ധത്തിലൂടെയാണ്. പോർച്ചുഗീസുകാർ കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. എന്താ കാരണം? മറ്റു യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. ഇവിടെ സെന്റ് ആഞ്ചലോ കോട്ട കാണിച്ചിട്ടുണ്ട്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാന്മാരായിരുന്നു. നമുക്ക് കുഞ്ഞാലിമരയ്ക്കാന്മാരെ കുറിച്ച് നോക്കാമേ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ. നോക്കിക്കേ, കുഞ്ഞാലിമരയ്ക്കാന്മാർ പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാന്മാരായിരുന്നു. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാക്കന്മാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാന്മാർ. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിവരായിരുന്നു ഇവരിൽ പ്രമുഖർ. കുഞ്ഞാലി 1-മൻ, 2-മൻ, 3-മൻ, 4-മൻ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ച ശേഷം ശിരസ് കണ്ണൂരിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. അടുത്ത് നോക്കിക്കേ, ഡച്ചുകാർ. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. നമ്മുടെ നാട്ടിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ആരായിരുന്നു? ഡച്ചുകാരനായ വാൻഡ്രീഡാണ്. ഡച്ച് ഗവർണറായിരുന്നു അദ്ദേഹം. മലയാളിയായ ഇ.ടി. അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ചിത്രമേ. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. 1741 കുളച്ചിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ആരോടാണ് യുദ്ധം ചെയ്തത്? മാർത്താണ്ഡവർമ്മയോടാണ്. 1741 കുളച്ചിൽ യുദ്ധം. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഡച്ചുകാരെ ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നു. നമുക്ക് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് കുറച്ചൊന്ന് നോക്കാം. നോക്കിക്കേ, ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരനായ വാൻഡ്രീഡിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളിയായ ഇ.ടി. അച്യുതൻ വൈദ്യർ, കൊങ്കിണി ബ്രാഹ്മണരായ രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവരുടെ സഹായത്തോടെ ഈ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാള പരിഭാഷ കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനിയും ഇംഗ്ലീഷുകാരുടെ വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600-ൽ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയാണ്? ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു. മദ്രാസ്, ചെന്നൈ, കൽക്കത്ത, കൊൽക്കത്ത, ബോംബെ, മുംബൈ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. നോക്കിക്കേ, ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ. 1664-ൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരിയായിരുന്നു. നോക്കിക്കേ, ഇവിടെ ഒരു ഭൂപടം കാണിച്ചിട്ടുണ്ടേ. ഭൂപടത്തിൽ എന്താ കാണിച്ചേക്കുന്നത്? രാജ്യങ്ങളുടെ വാണിജ്യ കേന്ദ്രങ്ങളാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ കാണിച്ചേക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ എവിടെയാണ്? എന്താ അതിൻ്റെ പ്രത്യേകത? ഈ വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ തീരപ്രദേശങ്ങളിലാണ് അല്ലേ? ഓക്കെ. ദാമൻ ദിയു എവിടെയാണ്? ദാമൻ ദിയു ഗുജറാത്തിലാണ്. ഗോവയിൽ, കൊച്ചി, കൊല്ലം കേരളത്തിലാണ്.
പിന്നെ സൂററ്റ് ഗുജറാത്ത്, മദ്രാസ് തമിഴ്നാട്, കൽക്കത്ത പശ്ചിമ ബംഗാൾ, ബോംബെ മഹാരാഷ്ട്ര. അപ്പോൾ ഗോവ, ദാമൻ ദിയു പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. ഡച്ചുകാരുടെ ഏതാണ്? കൊച്ചിയും കൊല്ലവും. ഇംഗ്ലീഷുകാരുടെ സൂററ്റ്, മദ്രാസ്, കൽക്കത്ത, ബോംബെ. സൂററ്റ് ഗുജറാത്തിലാണ്, മദ്രാസ് തമിഴ്നാട്, കൽക്കത്ത പശ്ചിമ ബംഗാൾ, ബോംബെ മഹാരാഷ്ട്ര. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. അപ്പോൾ അത് എവിടെയാണ്? പോണ്ടിച്ചേരിയിലാണ്. ഓക്കെ. കച്ചവടാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരം. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ പരാജയപ്പെട്ടു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായി മത്സരം. അവർ തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ നടത്തിയ മത്സരമാണ്. ഈ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ഫ്രഞ്ചുകാര് പരാജയപ്പെട്ടു. നോക്കിക്കേ, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക്. 3 യൂറോപ്യൻ ശക്തികളെയും പരാജയപ്പെടുത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നതെന്ന് നോക്കാമേ. വാണിജ്യ ആധിപത്യത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? അധികാരം നേടുക എന്നതായിരുന്നു. ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. അവർ അധികാരം നേടിയത് ആദ്യം എവിടെയാണ്? ബംഗാളിലാണ്. എന്തുകൊണ്ടാണ്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യവുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. പ്രധാനപ്പെട്ട പോയിന്റാണ് കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യവും. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി. പ്ലാസിയും ബക്സാറും. സിറാജ് ഉദ്ദൗലയുടെ സൈന്യാധിപനായിരുന്ന മിർജാഫറുമായി ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യ ധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. എന്നാൽ ബക്സാറിലേത് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തി, ഷൂജാ ഉദ്ദൗല അവധിലെ നവാബ്, മിർ കാസിം മുൻ ബംഗാൾ നവാബ് എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങളാണ് കാണിച്ചേക്കുന്നത് ബക്സാർ യുദ്ധത്തിന് ശേഷം. ഓക്കെ. ആധിപത്യം വ്യാപിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എങ്ങോട്ടാണ് വ്യാപിച്ചത് നോക്കാമേ. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. അപ്പോൾ അവർ കൈയടക്കാൻ പോകുന്നത് മൈസൂരാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. മൈസൂറിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. അപ്പോൾ മൈസൂറിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചത് ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല? ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് അത് തടസ്സമുണ്ടാക്കി. തന്നെയുമല്ല, ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായ സൗഹൃദവും ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല? ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാർക്ക് തോന്നുക. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. അപ്പോൾ 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരിക്കുന്നത്. അതുവരെ അദ്ദേഹം പോരാടി. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. ഇനിയും ശ്രീരംഗപട്ടണ ഉടമ്പടി എന്താ നോക്കിക്കേ. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 4ാമത്തെ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരിക്കുന്നത്. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. എപ്പോഴാണ്? 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം. ഓക്കെ. ബംഗാളിലെ ബ്രിട്ടീഷ് ആധിപത്യം. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. 1765 ഒപ്പുവെച്ച അലഹബാദ് ഉടമ്പടി പ്രകാരം ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലകളിൽ നിന്നും നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനിക്കായി. കർഷകരിൽ നിന്നും പരമാവധി തുക നികുതിയായി പിരിക്കലായിരുന്നു കമ്പനിയുടെ ഉദ്ദേശം. ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക ചോർച്ചയുടെ പ്രധാന സ്രോതസ്സായിരുന്നു ഭൂനികുതി.
ഇന്ത്യൻ കർഷകരുടെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണമായിരുന്നു ബ്രിട്ടീഷുകാർ പിരിച്ചെടുത്ത ഉയർന്ന നികുതി. നോക്കിക്കേ, ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളായി കാണിച്ചേക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ട അത്രയും ഭാഗങ്ങൾ അവര് കൈയടക്കി. മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തിക്കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് നമ്മൾ മനസ്സിലാക്കി. കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ചു. ഓക്കെ, എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് നോക്കാമേ. നോക്കിക്കേ, സൈനിക സഹായ വ്യവസ്ഥ എന്താ? വെല്ലസ്ലി പ്രഭു ആവിഷ്കരിച്ച സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യത്തെ കമ്പനി മറ്റ് നാട്ടുരാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ അംഗമാവുന്ന രാജ്യം കമ്പനിക്ക് വർഷം തോറും വൻതുക നൽകണമായിരുന്നു. കമ്പനിയുടെ ഒരു പ്രതിനിധി, അതായത് കമ്പനിയുടെ ഒരു പ്രതിനിധി എങ്ങനെ അറിയപ്പെടുന്നത്? റെസിഡന്റ്. കമ്പനിയുടെ ഒരു പ്രതിനിധി രാജ്യഭരണത്തിൽ ഇടപെട്ടിരുന്നു. കൂടാതെ വ്യവസ്ഥയിൽ പങ്കാളിയാവുന്ന നാട്ടുരാജ്യം കമ്പനിക്ക് വേണ്ടി ഒരു സൈന്യത്തെ നിലനിർത്തണമായിരുന്നു. ചുരുക്കത്തിൽ സൈനിക സഹായ വ്യവസ്ഥയിൽ പങ്കാളിയാവുന്ന രാജ്യത്തിന് അതിന്റെ പരമാധികാരം നഷ്ടമായി. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഇവിടെ നോക്കിക്കേ, ഈ ഭൂപടത്തിൽ എന്താ കാണാൻ സാധിക്കുന്നത്? ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങളാണ്. കണ്ടോ, ഇത്രയും ഭാഗത്തോളം ബ്രിട്ടീഷുകാര് കൈയടക്കി 1857 ആയപ്പോഴേക്ക്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത് ആരായിരുന്നു? കമ്പനികളുടെ പ്രതിനിധികളായിരുന്നു. പുരുഷ അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വ്യത്യസ്ത തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ദത്തവകാശ നിരോധന നിയമമൊക്കെ അതിന്റെ ഭാഗമാണ്. 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണം നടപ്പിലാക്കി. നമ്മൾ ആ ഭൂപടത്തിൽ കണ്ടില്ലേ, 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് പിടിച്ചെടുത്തു. നോക്കിക്കേ, കമ്പനി എങ്ങനെയൊക്കെ അധികാരത്തിലേക്ക് വന്നത്? യുദ്ധങ്ങൾ നടത്തിയിട്ട് വന്നു. അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലൂടെയും വന്നു. ഏതൊക്കെ യുദ്ധങ്ങളായിരുന്നു? പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, പിന്നെ മൈസൂർ യുദ്ധം, മറാത്ത യുദ്ധം. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധത്തിലൂടെ ബംഗാൾ കീഴടക്കി. മൈസൂർ യുദ്ധത്തിലൂടെ മലബാറും കൂർഗും. മറാത്ത യുദ്ധത്തിലൂടെ മറാത്ത. എന്തൊക്കെയായിരുന്നു നിയമനിർമ്മാണങ്ങൾ? സൈനിക സഹായ വ്യവസ്ഥ, അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം. സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദും തഞ്ചാവൂറും ഇൻഡോറും തുടങ്ങിയവ കീഴടക്കി. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയവ കീഴടക്കി. അങ്ങനെ അവര് കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? പോർച്ചുഗല്, നെതർലൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിച്ചു. കച്ചവടാധിപത്യത്തിനു വേണ്ടി ഈ രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ആരായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറി. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും നമ്മുടെ ഇന്ത്യയിലെത്തി എത്രത്തോളം സ്വാധീനിച്ചതാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.